നമ്മൾ ഹെയർ കട്ടിന് വേണ്ടി പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ്. അപ്പോൾ നമ്മുടെ മുടി ഇവിടം വരെയൊക്കെ വളർന്നില്ല, എന്താണെന്നറിയില്ല. മുടി വളർന്നു കഴിഞ്ഞാൽ പിന്നെ ബെറ്ററാ, അല്ലാതെ രക്ഷയില്ല. എനിക്ക് പ്രാന്താന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ എനിക്ക് പ്രാന്തല്ല ഗൈസ്. വീട്ടിൽ മമ്മി അറിയുമ്പോൾ ഒപ്പായിട്ട് ചീത്ത പറയും, എന്നാലും സാരില്ല. പിന്നെ ഞാൻ വർത്താനം പറയുമ്പോൾ എൻ്റെ സൈഡിലൊരു വായിക്കൊരു കോട്ട ഉണ്ടല്ലേ, അതെന്താണെന്നറിയാമോ, വായ്പുണ്ണുണ്ട്. അപ്പം പല്ല് കൊണ്ടുമ്പം വർത്താനം പറയുമ്പോൾ കുറച്ച് വേദനയുണ്ട്. അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ ഒരു വായിക്കൊരു ഇങ്ങനെ. അപ്പം നമുക്ക് വാരിക്കുട്ടി കെട്ടിക്കഴിയുമ്പോൾ ഒന്നുമില്ല തലയിൽ. കെട്ടാതിരിക്കാനും പറ്റില്ല, ഭയങ്കര ചൂടാണ്. സോ ദാറ്റ്സ് വൈ. പണ്ടൊക്കെ 2 പ്രാവശ്യത്തിൽ കൂടുതൽ എനിക്ക് ബുഷ് ഇങ്ങനെ ചുരുട്ടി ഇടാൻ പറ്റില്ല എന്നെ. ഇപ്പം 3, 4 ഒക്കെ ഇടാം, അത്രയ്ക്കുള്ളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പൊക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ല ഗൈസ്, ഇന്ന് നമ്മൾ ഹെയർ കട്ടിനായിട്ട് ചൂസ് ചെയ്തേക്കുന്ന സലൂൺ നമ്മുടെ കൊച്ചിയിൽ ചളിക്കവട്ടത്ത് ധന്യ ജംഗ്ഷനിലുള്ള ടൈം ഫാമിലി സലൂണിലാണ്. പേര് പോലെ തന്നെ ഇതൊരു യൂണിസെക്സ് ഫാമിലി സലൂണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വമ്പിച്ച ഓഫർ നടക്കുന്നുണ്ട്. വുമൻസിനായിട്ട് ഹെയർ സ്പാ, ഹെയർ കട്ട്, പപ്പായ ഫേഷ്യൽ, ഇത് 3 കൂടി 1,888 ചെയ്യാൻ കഴിയും. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഥവാ മെൻസിനും ഇവിടെ ഇനാഗുറൽ ഓഫറായിട്ട് ഒരു കോംബോ ഓഫർ നടക്കുന്നുണ്ട്. 1,288 ഹെയർ സ്പാ, ഹെയർ കട്ട്, ഫേഷ്യൽ. ഇത് മാത്രമല്ല, നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡായ ചിക്കു2025 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 15% ഓഫും ലഭിക്കും. ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ കൊച്ചിയിലെ ചളിക്കവട്ടത്ത് ധന്യ ജംഗ്ഷൻ അഥവാ തുളസി ഫ്ലാറ്റിന് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ടൈം ഫാമിലി സലൂൺ ഉള്ളത്. ഞാനിപ്പം ഹെയർ സ്പായ്ക്കായിട്ട് ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ഞാനിട്ട വീഡിയോസിൻ്റെ കമൻസൊക്കെ ഞാൻ വായിച്ചു. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻസിന്. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തത് ബോയ്ക്കട്ട് അടി എന്നാണ് കൂടുതൽ എനിക്ക് കമൻസ് വന്നേക്കുന്നത്. പിന്നെ ഹെഡ് ഷേവ് വന്നിട്ടുണ്ട്. ഹെഡ് ഷേവ് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെഡ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരാൻ ഏകദേശം 1 വർഷമൊക്കെ എടുക്കും. അതെനിക്ക് പിന്നെ ഫാമിലിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹെഡ് ഷേവ് ചെയ്യാത്തത്.
ഇടയ്ക്കിടയ്ക്ക് ബോയ് കട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. പിന്നെ പ്രോപ്പറായിട്ട് ബോയ് കട്ട് ആണോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിട്ട് നോക്കൂ. ഒരു ഹെഡ് മസാജ് അല്ലെങ്കിൽ ഒരു ഷോൾഡർ മസാജൊക്കെ കിട്ടിയാൽ നമ്മളൊന്ന് റിലാക്സ് ആവും അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പോകാൻ പറ്റുന്നതാണ് ഈ സലൂൺസിലേക്ക്. അപ്പോൾ ശരിക്കും എനിക്ക് ടൈം ഫാമിലി സലൂണിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര നല്ല ഒരു ഹെഡ് മസാജ് അല്ലെങ്കിൽ ഷോൾഡർ മസാജ്. അത് മാത്രമല്ല, ഇവർ ഉപയോഗിക്കുന്ന പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്. നമ്മൾ ഏത് ഹെയർ കട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്? തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ക്ലൂ കിട്ടിക്കാണും അല്ലേ? ബോയ് കട്ടാണോ, അതെയോ ബോബ് ഹെയർ ആണോ, ഇനി അല്ലെങ്കിൽ പിക്സി ഹെയർ ആണോ, അതോ അല്ലെങ്കിൽ ഇനി ഹെഡ് ഷേവ് ആണോ? ഇവിടെ ചെന്നപ്പോഴും ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഏത് ഹെയർ കട്ട് വേണം. നിങ്ങൾ ഒരുപാട് ഹെയർ കട്ടുകൾ പറഞ്ഞു, പിക്സി ഹെയർ കട്ട്, ബോയ് കട്ട്, ഹെഡ് ഷേവ് അങ്ങനെയൊക്കെ പറഞ്ഞു. എങ്കിലും എനിക്കും ഭയങ്കര കൺഫ്യൂഷനിലാണ് ചെന്നത്. പിന്നെ നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റിനോട് ചോദിച്ചു എനിക്ക് പറ്റിയത് ഏതാണെന്ന്. എങ്കിലും നിങ്ങൾ പറഞ്ഞ ഒരു ഹെയർ കട്ട് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഏത് ഹെയർ കട്ടാണെന്നുള്ളത് വീഡിയോ അവസാനം വരെ കാണും, അപ്പോൾ മനസ്സിലാവും. ഓരോ ഹെയർ കട്ടിനെയും പറ്റിയുള്ള എൻ്റെ സംശയങ്ങളൊക്കെ ഞാൻ ഈ ഹെയർ സ്റ്റൈലിസ്റ്റിനോട് ചോദിച്ചു. കുറേയൊക്കെ നമുക്ക് എന്താ പറയുക, അവർ നല്ല രീതിക്ക് പറഞ്ഞു തരും കേട്ടോ, നമുക്ക് ഏത് സ്യൂട്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക, അങ്ങനെയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർ പറഞ്ഞു തരും. പിന്നെ എൻ്റെ തലയിൽ ചെറുതായിട്ട് ഡാൻഡ്രഫ് ഉണ്ട്, അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നും അവർ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
നന്നായി നീട്ടണം, ഒരു ലോങ് ഹെയർ എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പഴയ ഫോട്ടോസൊക്കെ കണ്ടവർക്കറിയാം എനിക്ക് നല്ല ഹെയറുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്ക് ആ പഴയ ഹെയർ എനിക്ക് ഇനിയും വളർത്തണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും വളർത്താമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ കുറച്ചൊക്കെ നീട്ടി തുടങ്ങി. പിന്നെ നല്ല ഹെയർ ഫോൾ ഉള്ളപ്പോൾ നമുക്ക് ഹെയർ ഫോൾ അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എല്ലാം പോകുമല്ലോ. അങ്ങനെ നല്ല രീതിക്ക് ഹെയർ ഫോൾ ആയി കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ഇനിയിപ്പം എന്തായാലും തിക്ക് ഹെയർ അല്ലാതെ ലോങ് ഹെയർ ഇങ്ങനെ വെറുതെ അങ്ങനെ നീട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ വീണ്ടും ഷോർട്ട് ഹെയറിലേക്ക് എത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ വന്നത്. എനിക്ക് ഇതിനു മുമ്പ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ബോയ് അല്ലെങ്കിൽ ബോയ് കട്ടൊന്നും അടിക്കുന്നില്ലേ, ഹെഡ് ഷേവ് ഒന്നും ചെയ്യുന്നില്ലേ. ഞാൻ പറഞ്ഞേ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നില്ല, ഞാൻ മുടി വളർത്താമെന്ന് വിചാരിച്ചായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആളാണ് ഞാൻ. അതാണ് കുറച്ച് കഴിയുമ്പം തീരുമാനമൊക്കെ മാറും.
ഇതൊക്കെ വെട്ടി കഴിഞ്ഞാൽ ഇതാണ് ഫൈനൽ കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ഫൈനൽ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് കുറച്ചും കൂടി ബോയ് കട്ട്, കറക്റ്റ് ഒരു ബോയ് കട്ടിന് വേണ്ടി നല്ലപോലെ ബാക്ക് സൈഡ് ട്രിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു ചുരിദാർ സാരി അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഈ ഹെയർ കട്ടായിരിക്കും ബെസ്റ്റ്, അല്ലാതെ ബോയ് കട്ട് അടിക്കുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സും അതിൻ്റെ കൂടെ പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിത് തന്നെ ചൂസ് ചെയ്തു കേട്ടോ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.